ഹൃദയസ്തംഭനം വന്നിട്ട് മരണപ്പെടുന്ന തോതുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും രക്തക്കുഴലുകളൊക്കെ നല്ല ഹെൽത്തി ആകാൻ സഹായിക്കും. സൈലൻറ്റ് അറ്റാക്കിന് പ്രത്യേകം എന്താ, അതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. 2 ആളുകളിൽ സൈലൻറ്റ് അറ്റാക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബോഡി കംപ്ലീറ്റ് ഡാമേജ് ആയി പോകും. നമ്മുടെ ചെസ്റ്റിലുണ്ടല്ലോ ഒരു ഭാരം, ഒരു ഹെവിനെസ്, ഒരു കല്ലൊക്കെ കയറ്റി വെച്ച രീതിയിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഹെവി പെയിനാണ് ഉണ്ടാകും. ഇത് ആക്ച്വലി ഒരു 1 ഡേ കൊണ്ട് സംഭവിക്കുന്ന സംഗതി. നിങ്ങൾ ഇന്നൊരു മന്തി കഴിച്ചതുകൊണ്ട് നാളെ അറ്റാക്ക് വരും എന്നല്ല. ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം വന്നിട്ട് മരണപ്പെടുന്ന തോതുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അത് ചെറുപ്പമാണ് വലുപ്പമാണെന്നൊന്നും ഇല്ലാണ്ട് എല്ലാ പ്രായക്കാർക്കും ഇത് സർവ്വസാധാരണമായിട്ടുണ്ട്. പലപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമില്ലാത്ത ആൾ രാത്രി കിടന്നുറങ്ങിയതായിരിക്കും രാവിലെ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ടാകും. നമ്മളതിന് പറയും സൈലൻറ്റ് അറ്റാക്ക് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും അത് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു ചെസ്റ്റ് പെയിൻ വരുമ്പോൾ, ചെറിയൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ അത് അറ്റാക്ക് ആണോ, പെട്ടെന്ന് മരണപ്പെടുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, അറ്റാക്ക് ഉള്ളത് നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നുള്ള കരുതുകയും ചെയ്യും. അതേസമയം ഗ്യാസിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും മസ്കുലർ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ, നീർക്കെട്ടൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പേടിക്കുകയും ചെയ്യും. രണ്ടും പൊതുവെ സർവ്വസാധാരണമായിട്ട് ക്ലിനിക്കിൽ ഉണ്ടാകുന്ന വിഷയമാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ വേദന. പലരും കരുതിയിട്ടുണ്ട് വേദന മാത്രമാണ്, ആ വേദനയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ, അതേപോലെ എങ്ങനെ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ സൈലൻറ്റ് അറ്റാക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ. അതേപോലെ തന്നെയാണ് ഈ അറ്റാക്ക് വന്ന പല ആൾക്കും മെഡിസിൻ എടുക്കുന്നതായിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണം. ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും രക്തക്കുഴലുകളൊക്കെ നല്ല ഹെൽത്തി ആകാൻ സഹായിക്കും. ഏതൊക്കെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കണം, എക്സസൈസ് എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ട് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് സർവ്വസാധാരണ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, രക്തം പമ്പ് ചെയ്യേണ്ടത് ബ്ലോക്കായി പോവുക, അല്ലെങ്കിൽ അതിറോസ്ക്ലീറോസിസ്, രക്തം കട്ട പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പമ്പ് നടക്കാതെ ഹൃദയത്തിന് എന്ത് ചെയ്യും, സ്തംഭനം വരിക, ഹൃദയം പ്രവർത്തിക്കാതിരിക്കുക, ഡെഡായി പോവുക. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് വന്നിട്ട് പെട്ടെന്ന് ഹൃദയം സ്തംഭിച്ചിട്ട് പ്രവർത്തിക്കാതെ ആ ഒരു കണ്ടീഷൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, മരണം സംഭവിക്കും. അത് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു സംഗതിക്ക് തന്നെയാണ്. പക്ഷേ അതേപോലെ നമ്മൾ സൈലൻറ്റ് അറ്റാക്കിന് നമ്മൾ കാണേണ്ട ഒരു സംഗതിയുണ്ട്. ഏതാ അറിയോ, ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ പൊതുവെ പറയും ഈ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടാവും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ചില ആളുകൾക്ക് വയർപ്പ് കൂടുതൽ വരിക, നല്ല ക്ഷീണം വരിക, അങ്ങനെ പല ലക്ഷണങ്ങളുണ്ടായിരിക്കും. പക്ഷേ സൈലൻറ്റ് അറ്റാക്കിന് പ്രത്യേകം എന്താ, അതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. 2 ആളുകളിൽ സൈലൻറ്റ് അറ്റാക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നെന്താ അറിയോ, നല്ല സ്ട്രെസ് ഉള്ള ആളുകൾ. നമുക്കറിയാം ഒരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാണുന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വയറ് ചാടിയിട്ടില്ല, പൊണ്ണത്താടി, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരാളാണ്, പ്രത്യക്ഷം നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഈ രാത്രി ഒരു മരണം അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചു പോകുന്നുണ്ട്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്ട്രെസ്സ് നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറുള്ള ആളുകൾ എന്നാണ്. ഡയബറ്റിക് നല്ലോണമുള്ള ആളുകൾക്ക് സൈലൻറ്റ് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു വേദന ഉണ്ടല്ലോ, ഈ വേദന ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഡികൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നാഡികളിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഷുഗർ നല്ല രീതിയിൽ ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു നാഡികളൊക്കെ മരവിച്ചിട്ടുണ്ടാവും, പ്രോപ്പറായിട്ട് സെൻസേഷനൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഷുഗറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഈ നാഡികൾ മരവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വേദന അറിയില്ല. ചിലപ്പോൾ അവർക്ക് ഷുഗറുള്ള ആൾ ഒരു സൈലൻറ്റ് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തുണ്ടായിരിക്കും, ആ നാഡികളിലൂടെ ആ വേദനയുടെ സിഗ്നൽ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻറ്റ് അറ്റാക്ക് ഷുഗർ രോഗികൾ സർവ്വസാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇപ്പോൾ ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും മെഡിസിൻ എടുക്കാത്ത ആളുകളുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയ ആളുകൾ, അതായത് ഷുഗറിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ, ക്ഷീണമില്ല, അല്ലെങ്കിൽ അവർ മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കില്ല, ഫാസ്റ്റിങ്ങിൽ ചിലപ്പം പ്രോപ്പറായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല, നോർമലൊക്കെയാണ് കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ആവറേജ് അല്ലെങ്കിൽ നോർമലായിട്ട് കാണുന്ന ആൾ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മൂത്രം കൂടുതൽ പോകുന്നില്ല, തരിപ്പോ കടച്ചിലോ ക്ഷീണോ വെയിറ്റ് ലോസോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്തുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലുണ്ട്. അതായത് ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള അറ്റാക്കുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. അപ്പോൾ സൈലൻറ്റ് അറ്റാക്ക് പേടിക്കുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഫാസ്റ്റിങ്ങിൽ നമ്മുടെ എന്ത് ചെയ്യുക, ഇൻസുലിൻ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ രാത്രി നമ്മൾ നേരത്തെ കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിച്ച് കിടക്കുന്നു, രാവിലെ വെറും വയറ്റിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ്
ചെയ്യുമല്ലോ, അതിന് ബദലായിട്ട് എന്ത് ചെയ്യുക, ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ്റെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5ന് മുകളിൽ കാണുന്നു. ഇപ്പോൾ ചിലപ്പോൾ ലാബ് റിപ്പോർട്ട് ചിലപ്പോൾ അപ് ടു 25 നോർമൽ അല്ലെങ്കിൽ 30 ഒക്കെ നോർമൽ എന്ന് കാണിക്കുന്നുണ്ടാവും. അതൊരു ആവറേജ് വാല്യൂ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 50ന് മുകളിൽ കാണിക്കുന്നുണ്ട്, അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാൻക്രിയാസ് ഓവറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ കണ്ടീഷൻ ബോഡിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, ഇതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്, ഷുഗർ വരാനും പൊണ്ണത്തടി വരാനും കൊളസ്ട്രോൾ കൂടാനും ഫാറ്റി ലിവർ വരാനും ഈവൻ അതിലൂടെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ ഇതിനൊരു റിവേഴ്സ് വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണങ്ങളായിട്ട് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വേദന, പ്രധാനമായിട്ട് വേദന. ഈ വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിലുണ്ടല്ലോ ഒരു ഭാരം, ഒരു ഹെവിനെസ്, ഒരു കല്ലൊക്കെ കയറ്റി വെച്ച രീതിയിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഹെവി പെയിനാണ് ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ അത് സ്ക്യൂസിങ് പെയിൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കല്ല, അപ്പോൾ ആ ഒരു തരത്തിൽ ഹാർട്ടിന് ഇങ്ങനെ ഒരു പിഴിയുന്ന തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ വേദനക്ക് പ്രത്യേകിച്ച് അത് റേഡിയേറ്റ് ചെയ്തു മറ്റു പല സ്ഥലങ്ങളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യും വേദന. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ്, ചെസ്റ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലേക്ക്, ഇടത്തെ കൈയിലേക്ക് എന്ത് ചെയ്യാം, അത് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുകളിലോട്ട് അപ്പർ ബാക്കിൽ മുകളിലോട്ട് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ താടി എല്ലിൻ്റെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഇതാണ് കോമൺ ആയിട്ട് സർവ്വസാധാരണയായിട്ട് എന്ത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വളരെ റയറായിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് സിവിയറായിട്ട് ടൂത്തേക്ക് പല്ല് വേദന നല്ല രീതിയിൽ വരുന്നുണ്ട്. മറ്റു ലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ പല്ലിനൊന്നുമില്ല, നമ്മളൊക്കെ ട്രീറ്റ് ചെയ്ത് നോക്കി ഒരു പ്രശ്നം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് അന്വേഷിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, വളരെ റയറായിട്ടാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്കും വേദന ഒന്ന് എക്സ്പാൻഡ് ചെയ്യലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വേദന അതിൻ്റെ പ്രത്യേകത എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇതിന് കൂടെ തന്നെ ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് ഈ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റെപ്പ് കയറുമ്പോൾ പ്രയാസം വരിക, കിതപ്പ് നല്ലോണം വരും, സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ നല്ല രീതിയിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഈ വേദനയുടെ കൂടെ തന്നെ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈവൻ AC-യിലിരിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ കാറിൽ ചിലപ്പോൾ യാത്ര AC കെട്ടായിരിക്കും, പക്ഷേ ഈ കോൾഡ് സ്വെറ്റിംഗ് എന്ന് പറയും, ഈ നല്ല തണുപ്പുള്ള കണ്ടീഷന് പക്ഷേ ബോഡി സിവിയറായിട്ട് വയർത്ത് പോകുന്ന ഒരവസ്ഥ വരിക. അതേപോലെ തന്നെയാണ് ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യും, നല്ല ക്ഷീണം, തലചുറ്റൽ, കാഴ്ചക്ക് ബ്ലറാവുക, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇങ്ങനെ പല അസ്വസ്ഥതകൾ വരും. പേഷ്യൻ്റ് എന്ത് ചെയ്യും, നേരെ എവിടെയെങ്കിലും സൈഡായി കിടക്കുകയോ പെട്ടെന്ന് വീഴുകയോ അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിന് പൊതുവായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് എന്തുകൊണ്ടാണ് വരുന്നൊരു ചോദ്യമുണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്ന നമ്മുടെ രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ ഹൃദയം പെട്ടെന്ന് ഇങ്ങനെ ഡെത്ത് ആവാൻ എന്താണ് റീസൺ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. അതിലെടുത്ത് പറയാനുള്ളത് എന്താ അറിയോ, ഇതിന് ബേസിക് റീസൺ ഒന്ന് നമ്മുടെ ഷുഗറാണ്. അതായത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. പല ആളുകൾ ഷുഗറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം അതാക്കും, ബോഡി കംപ്ലീറ്റ് ഡാമേജ് ആയി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ വരും. ഈ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഹെൽത്തി കണ്ടീഷൻ നഷ്ടപ്പെട്ടു പോവുകയും അവിടെ ചെറിയ രൂപത്തിൽ ഉണ്ടാകുന്ന ബ്രേക്കേജുകൾ വരും, നമ്മുടെ രക്തക്കുഴലിൽ ചെറിയ മുറിവുകൾ വരികയും അവിടെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് കൊളസ്ട്രോളൊക്കെ LDL കൊളസ്ട്രോളൊക്കെ കൂടുതലായിരിക്കും ഈ ഷുഗർ വന്ന പേഷ്യൻറ്റിന്. അപ്പോൾ ആ കൊളസ്ട്രോൾ വരിക, രക്തത്തിൽ തന്നെ ഉണ്ടാകുന്ന രക്തകോശങ്ങൾ വന്ന് അവിടെ അടിഞ്ഞുകൂടുക, അതുപോലെ കാൽസ്യത്തിൻ ബ്ലഡിൽ ഉണ്ടാകുന്ന അങ്ങനെ പല എലമെൻസുകൾ എന്ത് ചെയ്യും, ആ ബ്രേക്ക് വന്ന സ്ഥലത്ത് ആ ഒരു രക്തക്കുഴലിൽ ഡാമേജ് വന്ന സ്പേസ് ഉണ്ടല്ലോ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇത് പ്ലക്കായിട്ട് അത് അടിഞ്ഞു കൂടുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലോട്ട് അവിടെ ഫോം ചെയ്യുമ്പോഴോട് കൂടിയിട്ട് എന്ത് ചെയ്യും, രക്തം പ്രോപ്പറായിട്ട് അതിലൂടെ പോലെ. അപ്പോൾ നമ്മളൊരു കുഴലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറ, എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും അടിഞ്ഞു കൂടിയാൽ എന്താണ്ടാവുക, ആ വെള്ളം പ്രോപ്പറായിട്ട് അപ്പുറത്തേക്ക് പാസ് ചെയ്ത് പോയില്ല, അവിടെ തടസ്സം ഉണ്ടായിരിക്കും. അപ്പോൾ എന്നതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഹാർട്ടിലുണ്ടാകുന്ന ചെറിയ മൈന്യൂട്ടായിട്ട് വെസലുകൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഇൻഫ്ലമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരും. എന്ത് ചെയ്യും, അവിടുത്തെ കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഹൃദയത്തിന് പമ്പിങ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി അതാണ്. ഇത് ആക്ച്വലി ഒരു 1 ഡേ കൊണ്ട് സംഭവിക്കുന്ന സംഗതി. നിങ്ങൾ ഇന്നൊരു മന്തി കഴിച്ചതുകൊണ്ട് നാളെ അറ്റാക്ക് വരും എന്നല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതൊരു ലോങ് ടേം ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്, പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രിവെൻഷൻ ഇതിൽ പോസിബിൾ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പറായി ഇതിൽ പ്രിവെൻഷൻ പോസിബിൾ ഉള്ളൂ, സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. നമ്മൾ അറ്റാക്കൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് റിവേഴ്സിബിൾ ആകാൻ നല്ല ടൈമിംഗ് എടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. ഒന്ന്, രക്തക്കുഴലുകൾ
കട്ട പിടിക്കുക, അതിറോസ്ക്ലോറോസിസ് വരിക, അതേപോലെ തന്നെ ഷുഗർ കൂടുക, അതേപോലെ കൊളസ്ട്രോൾ കൂടുന്ന കണ്ടീഷൻ, LDL കൊളസ്ട്രോൾ കൂടുക, നല്ല കൊളസ്ട്രോൾ കുറയുക, അത് HDL കുറയുന്ന അവസ്ഥ വരിക, അതേപോലെ തന്നെ BP കൂടുക. ചില ആളുകൾ BP ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ. നമുക്കറിയാം BP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രക്തക്കുഴലിൻ്റെ മുകളിലുണ്ട്, നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, വെള്ളം എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ഒരു രക്തക്കുഴലും അങ്ങനെ മിടിക്കല, ഒരു തള്ളൽ വരും. അപ്പോൾ എന്നതുപോലെ അതിന് പറയുന്നതാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നതുപോലെ നമ്മുടെ രക്തക്കുഴലുകളിലൂടെ രക്തം പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രക്തം എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ വാളുകളിൽ, അതിൻ്റെ കുഴലിൻ്റെ ചുറ്റുവട്ടത്തിൽ രക്തധമനികളിൽ എന്ത് ചെയ്യും, പ്രഷർ മിടിപ്പ് കൂട്ടാൻ തുടങ്ങും, ഈ തള്ളാൻ തുടങ്ങും. അപ്പോൾ ആ തള്ളൽ ഒരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ തള്ളൽ പരിധി വിട്ടാൽ എന്താ സംഭവിക്കുക, അത് ബ്രേക്ക് ചെയ്തു, ബേസ്റ്റ് ചെയ്തു, പൊട്ടിപ്പോവും. അപ്പോൾ രക്തക്കുഴൽ ചിലപ്പോൾ വീക്കായ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ BP നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതാണ്. അതും ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള മരണത്തിലേക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വളരെ നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഷുഗറാണ്. നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുക, ഷുഗർ ഡ്രിങ്ക്സുകൾ കൂടുതൽ കഴിക്കുക, ബേക്കറി കൂടുതൽ കഴിക്കുക, പിന്നെ മധുരം ഇട്ടിട്ടുള്ള മറ്റു പദാർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ മധുരത്തിന് കൊടുത്തുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അരി ഭക്ഷണങ്ങൾ കഴിക്കുക. രാവിലെ നമ്മൾ കഴിക്കുന്ന അരിയാണ്, ഉച്ചക്കും കഴിക്കുന്ന അരിയാണ്, രാത്രിയും കഴിക്കുന്ന അരിയാണ്. അപ്പോൾ എപ്പോഴും അരി പദാർത്ഥങ്ങൾ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഷുഗർ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈലൻറ്റ് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോർമൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷനിലേക്ക് എത്താനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5ന് മുകളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാര്യമായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡയബറ്റിക് ആണ് റീസൺ. രണ്ടാമത്തേത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റുകളാണ്, അതായത് നല്ല ഫാറ്റി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണം നല്ലോണം കഴിക്കുക. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒന്ന് കഴിക്കുന്ന മന്തി ആകട്ടെ, ബിരിയാണി ആകട്ടെ, നെയ്ച്ചോറാകട്ടെ, ഇതിലൊക്കെ നെയ്യുകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും ഇതിൽ പാം ഓയിലാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺഫ്ലവറാണ് യൂസ് ചെയ്യുക. സൺഫ്ലവർ ആയാലും പാം ഓയിൽ ആയാലും ഈവൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും എല്ലാത്തിലും ഇന്ന് കോമൺ ആയിട്ടൊരു സാധനം പാം ഓയിൽ തന്നെയാണ്. കാരണം സൺഫ്ലവറും പലപ്പോഴും മിക്സ് ചെയ്തിട്ട് എന്താ വരുന്നത്, ഈ പാം ഓയിൽ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാം ഓയിൽ വളരെ ഡേഞ്ചറാണ്. പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും, പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളതാണ് ഈ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുക. കുറച്ച് കഴിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് അമിതമായിട്ട് നമ്മൾ വീക്കിലി ഒരുപാട് ദിവസങ്ങൾ നമ്മളിത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറാണ്. നമുക്ക് ഇൻഫ്ലമേഷൻ കൂടാനും അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഷുഗർ വരാനുള്ള സാധ്യത, കൊളസ്ട്രോൾ പൊണ്ണത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക എക്സസ് ആയിട്ട് സോൾട്ട് കഴിക്കുക എന്നുള്ളത്. നമ്മളിത് പലപ്പോഴും നമ്മൾ ഉപ്പ് എന്ത് ചെയ്യും, കൂടിക്കഴിഞ്ഞാൽ വേഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ അച്ചാറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ പപ്പടം കഴിക്കുമല്ലോ, നമ്മൾ പൊതുവെ കഴിക്കുന്നതാണ്, അതിൽ വളരെ കമ്പാരിറ്റീവ് ഉപ്പ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഈവനിങ് ടൈമിൽ പൊതുവെ ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആണ് പുറത്ത് പോയിട്ട് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ മിക്കപ്പോഴും കഴിക്കൽ ഷവായോ ഷവർമയോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ മസാലകൾ അടങ്ങിയിട്ടുള്ള ഫുഡായിരിക്കും. ഈ മസാലകൾ കൂടുതൽ അടങ്ങിയ പ്രശ്നം എന്താ പറയുക, അതിൽ ഓവറായിട്ട് ഉപ്പ് ചേർക്കുന്ന കണ്ടീഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവെ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം ഈ ഉപ്പ് കൂടി കഴിയിലോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിട്ടൻഷൻ അക്യുമുലേഷൻ ബോഡിയിൽ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടും. ഈ പറഞ്ഞ പോലെ BP എന്ത് ചെയ്യും, പെട്ടെന്ന് കൂടാനുള്ള സാധ്യത, അത് ഈവൻ കിഡ്നിക്കൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ഉപ്പ് നമ്മൾ സോൾട്ട് നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് അതേ സമയം തന്നെ നമ്മൾ ഹൃദയത്തിന് കഴിക്കാൻ ചില ഭക്ഷണങ്ങൾ കിട്ടും. അത് എടുത്ത് പറയാനുള്ളത്, ഒന്ന് നമ്മൾ വെജിറ്റബിൾസാണ്, നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നല്ലോണം കഴിക്കുക, നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഫൈബർ കഴിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, വിശപ്പ് കുറയ്ക്കാനും, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ കുറയ്ക്കാനും അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, നട്ട്സുകളും സീഡ്സും ഉൾപ്പെടുത്തുക. അപ്പോൾ അതിലൊക്കെ എന്താ വെച്ചാൽ ഗുഡ് കൊളസ്ട്രോൾ, HDL കൂടുതലാണ്. അപ്പോൾ HDL കൂടി എന്താ പ്രശ്നം മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LDL കുറയാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല സീഡ്സുകളൊക്കെ ഉൾപ്പെടുത്തുക, നട്ട്സുകൾ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നല്ല എന്താ ചെയ്യുക, ഫാറ്റുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഒമേഗ-3 അടങ്ങിയ ഭക്ഷണം നല്ലോണം കഴിക്കുക. ഈ മീനുകളുണ്ടല്ലോ, മത്തി, അയല, ചൂര, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈവൻ ഒമേഗ-3 നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് നല്ല പ്രോപ്പർ ആയിട്ടുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ എടുക്കണം. അത് നല്ലത്. അത് ഈ രക്തക്കുഴലുകൾ ക്ലീൻ ആക്കാൻ, അതായത് അതിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ പ്രോപ്പറായിട്ട് എക്സസൈസുകൾ ചെയ്ത് ശീലിക്കണം. നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നവരല്ല, വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ശീലിക്കണം. അപ്പോൾ നമ്മൾ ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാനും ബ്ലോക്ക് ഇല്ലാതാക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3, 4, 5 ബ്ലോക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സസൈസുകളും വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് കൂടാതെ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ല വെള്ളം കുടിക്കണം കേട്ടോ. നല്ല വെള്ളം കുടിക്കുമ്പോൾ തന്നെ ബോഡി ഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും. ബ്ലഡിന് തിക്നെസ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. ബ്ലഡിന് തിക്നെസ് കൂടുമ്പോൾ അറ്റാക്കുള്ള സാധ്യത കൂടുതലാണ്, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തിക്നെസ് കുറയുന്ന സമയത്ത്, വാസ്കുലാരിറ്റി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒഴുകാനുള്ള ടെൻഡൻസി കൂടണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. അതായത് ഹാർട്ടിലോ അല്ലെങ്കിൽ ശരീരത്തിൽ രക്തം സിമ്പിളായിട്ട് പാസ് ചെയ്ത് പോകും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഹൈഡ്രേഷൻ എപ്പോഴും ഒരു 3 ലിറ്റർ ഒരു ആവറേജ് നമ്മൾ ദിവസം വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഈ ഗാർലിക് വെളുത്തുള്ളി ഉപയോഗിക്കണം വളരെ നല്ലതാണ്. ഈ വെളുത്തുള്ളി നമ്മളൊരു 3, 4 എന്ത് ചെയ്യുക ദിവസം കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുണ്ടല്ലോ, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ടെർമറിക് മഞ്ഞൾ വളരെ നല്ലതാണ്. അല്ല കുർക്കുമി എന്ന് പറയുന്ന കണ്ടന്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, നീർക്കെട്ടുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, ഹീലിംഗ് ചെയ്യാനൊക്കെ ഈ മഞ്ഞൾ വളരെ നന്നായിട്ട് സഹായിക്കണം. അതേപോലെ മറ്റു പല സ്പൈസസുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇഞ്ചി വളരെ നല്ലൊരു സോഴ്സാണ്, ചുക്ക് അതൊക്കെ വളരെ നല്ലൊരു സോഴ്സാണ്. അതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ആയിട്ട് അത് ഉൾപ്പെടുത്തുക. അത് കരുതിയിട്ട് നാളെ തന്നെ പോയിട്ട് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ കൊളസ്ട്രോൾ മരുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇഞ്ചും വെളുത്തുള്ളും കഴിക്കാനല്ല. ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തക്കാളിയിൽ ഉണ്ടാകുന്ന ലൈക്കോപ്പി എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്, അത് ഹാർട്ടിന് വളരെ നല്ല ബെനിഫിഷ്യലാണ്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു 6 മന്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളൊരു പ്രോപ്പർ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ എക്സസൈസുകൾ, നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുക. എൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു സംഗതി, ഉറക്കം പ്രോപ്പറായിട്ട് വേണം, ടെൻഷൻ ഒഴിവാക്കി വേണം. സ്ട്രെസ്സ് ഇന്ന് വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാരിൽ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വരുന്ന സൈലൻറ്റ് അറ്റാക്കിന് ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം. എക്സ്റ്റേണലി ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇൻറ്റേർണലി ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇൻറ്റേർണൽ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ വരും. പലതരത്തിൽ ബോഡി എന്ത് ചെയ്യും, സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പ്രതികരിക്കും. അപ്പോൾ നമ്മുടെ നോർമൽ മെറ്റബോളിസം ചെറിയ രൂപത്തിൽ അബ്നോർമലിലേക്ക് അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത കണ്ടീഷനിലേക്ക് നീങ്ങും. അത് ഇൻഫ്ലമേഷൻ വരുത്തുകയും അറ്റാക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് രാത്രി വൈകിട്ട് ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ നല്ലോണം ബാധിക്കും. ഇമ്മ്യൂണിറ്റി വീക്കാക്കിയാലും പെട്ടെന്നുള്ള മരണത്തിനും അറ്റാക്കിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അത് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. വന്നവർ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിസിൻ പ്രോപ്പറായിട്ട് കഴിക്കുക. ഈ പറഞ്ഞതുപോലെ ഭക്ഷണങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കഴിക്കാൻ പാടില്ലാത്തതുണ്ട് പറഞ്ഞിട്ടുണ്ട്, കഴിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.